നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാക്കുകളിൽ നിറയുന്ന സംശുദ്ധിയും കാലം കോർത്തിണക്കിയ കരകൗശല വിദ്യകളും പെണ്ണഴകിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല. കേരള ഡിസൈൻ പണിക്കൂലി 2.5% മുതൽ, ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, ആന്റിക് ടർക്കിഷ് ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ. Redefining elegance, crafted with traditional Amia Golden Diamonds, Bypass Road, Chaman. വാർത്തകൾ വിശദമായി. കേരളത്തിലെ മഹല്ല് സംവിധാനങ്ങളെക്കുറിച്ചും മത കലാലയങ്ങളെക്കുറിച്ചും പഠിക്കുന്നതിനായി രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മഹല്ല് പ്രതിനിധികൾ കൊടിഞ്ഞിയിലെ വിവിധ മദ്രസകളിലും പള്ളികളിലും സന്ദർശനം നടത്തി. സത്യപ്പള്ളി എന്നറിയപ്പെടുന്ന കൊടിഞ്ഞിപ്പള്ളി, കൊടിഞ്ഞി കോറ്റത്തങ്ങാടിയിലെ ദാറുൽ ഇസ്ലാം മദ്രസ, കൊടിഞ്ഞി തിരുത്തിയിലെ മദ്രസ എന്നിവിടങ്ങളിലാണ് സന്ദർശനം നടത്തിയത്. ദാറുൽ ഹുദ റൂബി ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സുന്നി മഹല്ല് ഫെഡറേഷൻ ദേശീയ കൺവെൻഷനിൽ എത്തിയതായിരുന്നു പ്രതിനിധികൾ. മഹാരാഷ്ട്ര, ആസാം, ബീഹാർ, കർണാടക, ഗുജറാത്ത്, വെസ്റ്റ് ബംഗാൾ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മഹല്ല് ഭാരവാഹികളും വിവിധ സ്ഥാപന മേധാവികളും ഗവേഷകരുമാണ് സന്ദർശനത്തിന് എത്തിയത്. പള്ളിയിലും മദ്രസകളിലും ഭാരവാഹികൾ സന്ദർശക സംഘത്തെ സ്വീകരിച്ചു. കൊടിഞ്ഞിപ്പള്ളിയിൽ മുഹമ്മദ് അലി ബാക്കവിയുടെ നേതൃത്വത്തിലുള്ള ദർസ് ക്ലാസ് സംഘം സന്ദർശിച്ചു. यही मस्जिद में पढ़ के फारिग हो गया. इसके 10 साल पहले इधर ही खुतबा खतीब होके काम किया. अभी इस साल क्या इधर मुदर्रिस होके भी काम करते हैं. ये लोग हम दूसरा जगह था, ये लोग बहुत ज़बरदस्ती से हमें बुलाया इधर, क्योंकि उस्ताद की बरकत के लिए बुलाया. इंशाल्लाह बहुत बड़ा मौलाना, आप सब इसके एहतराम तो लेना है. तो इंशाल्लाह जाते മഹല്ലിനെക്കുറിച്ചും മഹല്ലിൻ്റെ നടത്തിപ്പിനെക്കുറിച്ചും പള്ളിയെക്കുറിച്ചും പള്ളിയുടെ നടത്തിപ്പിനെക്കുറിച്ചും മദ്രസ സംവിധാനത്തെക്കുറിച്ചും തുടങ്ങിയവയെല്ലാം വിശദമായി ചോദിച്ചറിഞ്ഞു. മഹല്ല് ഉസ്താദുമാരും ഭാരവാഹികളും ഇവർക്ക് വിശദീകരിച്ചു നൽകി. केरला के बाहर से जो लोग आते हैं वो लोगों को देखना है. और आप ये भी देखिए, ये जितना भी बच्चे इधर बैठते हैं वो लोगों का भी यही लोगों का खिदमत है. इसका मतलब है या तो इसका फायदा है या तो फल है. केरला ये जैसे लोग, ये लोगों को दीन भी है. अल्लाह ताला इसको तौफीक, अल्लाह ताला इसको कबूल करे. और आप लोगों से मौलाना की एक अदब गुजारिश भी हुआ, हमारे ये मस्जिद के आजू बाजू में आपका गांव से बहुत लोग काम के लिए आता है. तो अभी आप लोग देखे होंगे उधर बच्चों की कमरा की वर्क भी चल रहा है, काम चल रहा है. इसको यूपी से आते हैं, इधर नमाज के लोग मस्जिद नहीं आते. कभी हमने देखा तो सलाम अलैकुम बोलते हैं, तब तो वालेकुम सलाम बोलते हैं. बल्कि और कुछ दीन का सलाम बोले तो हमको समझ में आता वो मुमिन है या तो मुस्लिम है, बल्कि उसे दीन के हम नहीं मालूम होते. तो आप लोगों से हमारा मौलाना के अदब गुजारिश ये हुआ, आप लोग आके अपना अपना गांव में काम करके ये माहौल को आप चेंज करना, ताकि मुसलमान बोले तो खाली സലാം വലൈക്കും സലാം से मुसलमान नहीं बन जाए. വളരെ കൂടുതൽ മനസ്സിലാക്കാൻ അത് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് നേരത്തെ തന്നെ ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട ഒരു പങ്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ് എന്ന വിഷയത്തിൽ നേതൃത്വം. ആ സംഘടന മുഖേനയാണ് നമ്മളൊക്കെ ദീനെ മനസ്സിലാക്കിയതും ദീൻ്റെ കാര്യങ്ങളൊക്കെ നാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു കീഴ്ഘടകമാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ. ആ മഹല്ല് ഫെഡറേഷൻ ആവിഷ്കരിച്ചതോടുകൂടെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നു വിവിധ രാജ്യങ്ങളിൽ പരിശുദ്ധ ദീനിൻ്റെ പ്രബോധനം നടത്താൻ ഉപയുക്തമായ ആളുകളെ സന്നദ്ധമാക്കുക. അത് ഈ ബഹുമാനപ്പെട്ട പ്രധാനപ്പെട്ട നമ്മുടെ സ്ഥാപനമായ ദാറുൽ ഹുദയിലൂടെ അത് നേടിയെടുക്കാൻ ഇതിന് സാധിച്ചിരിക്കുകയും ദാറുൽ ഹുദയിൽ നിന്ന് ബിരുദമെടുത്ത അതിൻ്റെ സന്താനങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരിശുദ്ധ ദീനിൻ്റെ പ്രബോധനം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ പ്രിയപ്പെട്ട സഹോദരന്മാരൊക്കെ നമ്മുടെ ഈ കൊടിഞ്ഞിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധ സമസ്തയുടെ കീഴ്ഘടകമായ സുന്നി മഹല്ല് ഫെഡറേഷൻ അതിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ പ്രിയപ്പെട്ട സഹോദരന്മാരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്.
മനസ്സിലാക്കുകയും തുടർന്ന് അങ്ങോട്ട് അവരുടെ നാട്ടിൽ ഇതേപോലത്തെ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ എന്ന് ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ ഇരിക്കുന്ന സഹോദരന്മാരുടെ നാട്ടിൽ പലരും ജോലിക്ക് വരാറുണ്ട്. അവരൊക്കെ നമുക്ക് കാണുന്ന സമയത്ത് സലാം പറയുക എന്നതല്ലാതെ അതിനപ്പുറം ഒന്നും അവരിൽ നിന്ന് ദീനിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത്. കാണുമ്പോൾ സലാം പറയുമ്പോൾ സലാം പറയും, നമ്മുടെ ഭാര്യക്കും സലാമിന് സലാം കൊടുക്കുകയും ചെയ്യും. ഇവിടെ തന്നെ ജോലിയെടുക്കുന്ന ഒരുപാട് വിദേശത്തുള്ള തൊഴിലാളികളുണ്ട്. ഈ തൊട്ടടുത്ത പള്ളിയിലാണ് ജോലി ചെയ്യുന്നത്. എന്നാലും നിസ്കരിക്കുന്ന സമയത്ത് ഒന്ന് പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം നിസ്കാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്, താല്പര്യമില്ലാത്തതുകൊണ്ടല്ല. പലരും സംസാരിക്കാറുണ്ട്, ബന്ധപ്പെടാറുണ്ട്. അവർക്കിതിന് കഴിയില്ല എന്നുള്ള ഒരു സങ്കടമാണ് ബോധ്യപ്പെടുത്താറുള്ളത്. അപ്പോൾ അതിനൊരു മാറ്റത്തിരുത്തൽ ഉണ്ടാക്കാൻ ഈ വന്ന നിങ്ങളൊക്കെ നിങ്ങൾ നാട്ടിൽ ചെന്ന് പ്രവർത്തിക്കുകയും ദീനിൻ്റെ ഇസ്സത്ത് ആ നാട്ടിലൊക്കെ ഉണ്ടാക്കി തീർക്കുകയും അതേപോലെ നമ്മുടെ പിൻഗാമികളായ ആളുകൾക്ക് ദീനിൻ്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് അവരൊക്കെ നല്ല ദീനിനെ വക്താക്കളാക്കി മാറ്റിയെടുക്കാൻ നിങ്ങളൊക്കെ ശ്രമിക്കണം എന്നും കൂടെ ഒരു ചെറിയ ഉപദേശം നൽകിക്കൊണ്ട് കൊടിഞ്ഞിപ്പള്ളി മഹല്ല് പ്രസിഡന്റ് PC മുഹമ്മദ് ഹാജി, ജനറൽ സെക്രട്ടറി പത്തൂർ കുഞ്ഞോൻ ഹാജി, ദർസ് സെക്രട്ടറി PV കോമുക്കുട്ടി ഹാജി, ഒടിയിൽ ബാവ പത്തൂർ സാഹിബ് ഹാജി, മുദരിസ് മുഹമ്മദ് അലി ബാക്കവി, ഖത്തീബ് അലി അക്ബർ ഇംദാദി, പാലക്കാട് ഹംസ, എലുമ്പാടൻ അബ്ദുൽ മജീദ, OP സൈദലവി, ഉർപ്പായ് മുസ്തഫ, CK അബ്ദു, കൊളത്തൂർ ഐദ്രോസ് ഹാജി, കബീർ ചെറുപാറ, അപ്പാട സൈദലവി, പഞ്ചായത്ത് മെമ്പർ ഊർപ്പായ് സൈദലവി, റിയാസ് ഇല്ലത്ത്, പാലക്കാട്ട് കോയ P മുഹമ്മദ് അലി, ഷാഫി ഹുദവി, ഫൈസൽ കോഴിമണ്ണിൽ, പാട്ടശ്ശേരി മുഹമ്മദ് ഷെരീഫ്, PK ഇബ്രാഹിംകുട്ടി തുടങ്ങിയവർ കാര്യങ്ങൾ വിശദീകരിച്ചു നൽകി. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.